വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവട കേസിൽ ലേക്ക് ഷോർ ആശുപത്രിക്കെതിരെ അന്വേഷണം ശക്തമാക്കി ഇഡി. മുഹമ്മദ് നജീബിന്റെ കല്ലഡ്രാസ് മെഡിക്കൽ ടൂറിസത്തിന് പുറമെ ലേക്ക് ഷോറുമായി കമ്മീഷന്റെ ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നും മറ്റ് ഏജന്റുമാരെ കേന്ദ്രീകരിച്ചും അന്വേഷണം. രോഗികൾക്കായി കമ്മീഷൻ ഇടപാടുകൾ ഉറപ്പിച്ച് ലേക്ക് ഷോറും കല്ലഡ്രാസും ഒപ്പുവെച്ച കരാറിന്റെ പകർപ്പുകൾ ജനം TV പുറത്തുവിട്ടിരുന്നു. കൊച്ചി ലേക്ക് ഷോർ ഉൾപ്പെടെ പല സ്വകാര്യ ആശുപത്രികളുമായും മുഹമ്മദ് നജീബിന്റെ കല്ലട്രാസ് മെഡിക്കൽ ടൂറിസം കമ്മീഷൻ കരാറുകൾ ഉണ്ടാക്കിയിരുന്നു. കല്ലട്രാസിനെ പോലെ തന്നെ ആശുപത്രികൾക്ക് രോഗികളെ കണ്ടെത്തി നൽകിയിരുന്ന ചില ഏജൻസി സ്ഥാപനങ്ങളുമായും ലേക്ക് ഷോറിന് കമ്മീഷൻ ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. രേഖാമൂലമുള്ള കരാറുകൾ അനുസരിച്ചും കരാറുകളില്ലാതെയും കമ്മീഷൻ ഇടപാടുകളിൽ ധാരണകളിൽ എത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ നടന്ന പണമിടപാടുകളുടെ വിവരങ്ങളും ഇഡി ശേഖരിച്ചിട്ടുണ്ട്. കരൾമാറ്റ ശസ്ത്രക്രിയ ആവശ്യമുള്ള രോഗിയെ എത്തിച്ചാൽ 1 ലക്ഷം രൂപയും വൃക്ക മാറ്റിവെക്കലിനുള്ള രോഗിക്കായി 50,000 രൂപയും കമ്മീഷനായി കൈമാറുമെന്നായിരുന്നു കരാർ വ്യവസ്ഥ. പേഷ്യന്റ് ഫെസിലിറ്റേറ്ററായി കരാറുള്ളതിന്റെ പല മടങ്ങ് തുകയുടെ ഇടപാടുകൾ കല്ലട്രാസും ലേക്ക് ഷോറും തമ്മിൽ നടന്നിട്ടുണ്ട്. അവയവമാറ്റങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടതിന് പുറമെ മറ്റ് ഇൻപേഷ്യന്റ് ശസ്ത്രക്രിയ കേസുകളിൽ ലേക്ക് ഷോർ ഈടാക്കുന്ന ആകെ ബില്ലിന്റെ 10% ഫെസിലിറ്റേഷൻ ഫീസായി ഹോസ്പിറ്റലിൽ നൽകുക. വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ഇടനിലക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.